ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂയിലേക്ക് സ്വാഗതം. ലാലേട്ടൻ വന്നു. കഴിഞ്ഞ ആഴ്ചത്തെ ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ട് ലാലേട്ടൻ ഓരോരോ എപ്പിസോഡ്, ആ കഴിഞ്ഞ ആഴ്ചത്തെ കാര്യത്തിൻ്റെ എപ്പിസോഡ് ഇട്ട് ലാലേട്ടൻ കാണിച്ചു. ഒനിയലിൻ്റെ ടോപ്പിക്കിനെ കുറിച്ച് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഒനിയലിനെ കുറിച്ചിട്ട് ചോദിച്ചു എല്ലാവരോടും, എന്താ അവിടെ സംഭവിച്ചത് എന്നുള്ള കാര്യം ഓരോരുത്തരോടും ഒപ്പീനിയൻ ചോദിച്ചിരുന്നു. പിന്നെ ലക്ഷ്മിയോട് ലാലേട്ടൻ ചോദിച്ചു, എന്തിനാണ് ഓരോ കുടുംബത്തിനെ കുറിച്ച് വലിച്ചഴിക്കുന്നത് എന്ന് പ്രത്യേകം ലക്ഷ്മിയോട് ചോദിച്ചു. നല്ല കുടുംബത്തിൽ പിറന്നതാണോ? കുടുംബത്തിന് എന്തിനാണ് ഇങ്ങനെ വലിച്ചഴിക്കുന്നത് എന്ന് ലാലേട്ടൻ വീണ്ടും വീണ്ടും ലക്ഷ്മിയുടെ അടുത്ത് ചോദിച്ചു. പിന്നെ ഓരോരുത്തരോട് ഒപ്പീനിയൻ ചോദിച്ചപ്പോൾ അഭിലാഷ് പറഞ്ഞു, ഒനിയൻ രാത്രി മുഴുവൻ ഇരുന്നിട്ട് ഭയങ്കരമായി, അന്നത്തെ പ്രശ്നം നടന്ന ദിവസം രാത്രി ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് ഒനിയൽ വല്ലാണ്ട് വിഷമിച്ച് കരഞ്ഞ് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് അഭിലാഷ് കണ്ടിട്ടുണ്ട്. അഭിലാഷ് പറഞ്ഞു അവരവരിൻ്റെ അതായത് ആ വിഷമം, ആ ഫീലിങ്സ്, അവരവർ അനുഭവിക്കുന്ന വേദന, അത് അവരവർ തന്നെ അനുഭവിക്കണം, അല്ല എന്നല്ല പറയുന്നത്. പക്ഷെ ആ ഫീലിങ്സ് കണ്ടപ്പോൾ വല്ലാണ്ടൊരു നന്നായിട്ട് സങ്കടപ്പെട്ടു അഭിലാഷും. കാരണം ലക്ഷ്മി ചുമ്മാ വായി തോന്നിയതൊക്കെ വിളിച്ചും പറഞ്ഞിട്ട് ചുമ്മാ ഒരു മാപ്പ് മാത്രം പറഞ്ഞാൽ പറ്റുമോ എന്നുള്ള രീതിക്കായിരുന്നു അഭിലാഷ് പറഞ്ഞ ആ പോയിന്റ്. അത് കറക്റ്റായിരുന്നു. അപ്പോൾ ലക്ഷ്മി മാപ്പ് എന്ന് പറഞ്ഞാലും നമ്മുടെ ഒനിയൽ ചോദിച്ചു, എനിക്ക് ചുമ്മാ ഈ മാപ്പ് പറഞ്ഞതുകൊണ്ട് എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നുന്നില്ല. നിങ്ങൾ ഇത്രത്തോളം പറഞ്ഞത് കൊണ്ട് നിങ്ങൾ എല്ലാവരോടും, എല്ലാ ആണുങ്ങളോടും മാപ്പ് പറയണം എന്ന് ഒനിയൽ ചോദിച്ചു. ലക്ഷ്മി പറഞ്ഞു, എൻ്റെ പേരിലുള്ള മിസ്റ്റേക്കാണിത്, ആലോചിക്കാതെ ഞാൻ എടുത്ത് ചാടിയതുമായിരുന്നു, ഞാൻ ഇത്ര റിയാക്ട് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് ലക്ഷ്മി പറഞ്ഞാലും എല്ലാ ആണുങ്ങളോടും എനിക്ക് ഇതിന് മാപ്പ് പറയണം എന്ന് പറഞ്ഞു ഒനിയൽ. അപ്പോൾ ലക്ഷ്മി എല്ലാവരോടും മാപ്പ് പറഞ്ഞു. സോറി, ഞാൻ ഇത് ചെയ്തത് നന്നായിട്ട് പിന്നീട് ഞാൻ ഫീൽ ചെയ്തു എന്നുള്ള രീതിക്ക് ലക്ഷ്മി പറഞ്ഞു. അപ്പോൾ ലാലേട്ടൻ വാങ്ങിച്ചു ചെയ്തു. എന്ത് തന്നെയാണെങ്കിലും കുടുംബത്തിനെ കുറിച്ച് സംസാരിക്കരുത് ലക്ഷ്മി, എന്ത് പറയുമ്പോഴും കുറച്ച് ആലോചിച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ള രീതിയിൽ ലാലേട്ടൻ ലക്ഷ്മിയോട് സംസാരിച്ചു. പിന്നെ അത് കഴിഞ്ഞു. പിന്നെ ഒനിയലിൻ്റെ അമ്മ വിളിച്ചു. ഒനിയലിനോട് പറഞ്ഞു, ഭയങ്കര ഫീൽ ചെയ്തുവല്ലോ, ഒനിയലിൻ്റെ വീട്ടുകാരൊക്കെ ഭയങ്കര ഫീൽ ചെയ്തുവല്ലോ, അതുകൊണ്ട് ഒനിയലിൻ്റെ അമ്മ വിളിച്ചു. ഒനിയലിനോട് പറഞ്ഞു, മോൻ ഇത്രത്തോളം ധൈര്യത്തോടെ നിൽക്കുമെന്ന് പോലും നിന്നുവല്ലോ, നന്നായിട്ട് ബോൾഡായി നിന്ന് കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്, നന്നായി കളിക്കുന്നുണ്ട്, അമ്മയ്ക്കിത് കാണും, അമ്മയും ഞങ്ങൾ ഇവിടെ ഫാമിലിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, മോൻ്റെ കാര്യങ്ങളും ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, മോൻ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, മോൻ നന്നായി ബോൾഡായിട്ട് കാര്യങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അമ്മ നല്ല സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ള രീതിക്ക് മോനെ നന്നായിട്ട് സമാധാനം പറയുന്നുണ്ടായിരുന്നു ഒനിയലിൻ്റെ അമ്മ. ഒനിയൻ ധൈര്യത്തോടു കൂടിയിട്ട് വീണ്ടും കളിച്ചോളൂ എന്നുള്ള രീതിക്ക് അമ്മ പറയുന്നു. ഞങ്ങളെ കുറിച്ച് നീ ആലോചിക്കേണ്ട എന്നുള്ള രീതിക്ക് സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അനീഷ് എന്ന് സത്യം മാത്രമാണല്ലോ പറയുക. അനീഷ് ആരെയും നല്ലത് അത്ര പെട്ടെന്ന് അനീഷിൻ്റെ വായന ആരെ കുറിച്ചൊന്നും നല്ലത് വരില്ല. അതുകൊണ്ട് ലാലേട്ടൻ ചോദിച്ചു, അഭിലാഷായിരുന്നല്ലോ ക്യാപ്റ്റൻ, അപ്പോൾ അഭിലാഷിൻ്റെ ക്യാപ്റ്റനായതുകൊണ്ട് അഭിലാഷിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ ചോദിച്ചു അനീഷിനോട്. അഭിലാഷിനെ കുറിച്ചിട്ടുള്ള ഒപ്പീനിയൻ നല്ല ഒരു ഒപ്പീനിയൻ ആയിരുന്നു അഭിലാഷിനെ കുറിച്ച് പറഞ്ഞത്. എല്ലാവർക്കും അത് ഭയങ്കര ആശ്ചര്യമായിരുന്നു. കാരണം അനീഷ് ഇത്രത്തോളം നല്ലൊരു ഒപ്പീനിയൻ ഒരാളെ കുറിച്ച് പറയില്ല. അപ്പോൾ അഭിലാഷ് ചെയ്ത കാര്യങ്ങളൊക്കെ അത്ര നന്നായിരുന്നു, പെർഫെക്റ്റ് ആയിരുന്നു, എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്തു. അനീഷും വെസൽ ടീമിലായിരുന്നല്ലോ, അനീഷും നന്നായിട്ട് ചെയ്തു എന്നുള്ള രീതിക്ക് പറഞ്ഞു. എല്ലാവരും ആശ്ചര്യപ്പെട്ടു കേട്ടോ അനീഷിൻ്റെ ഈ ഒരു വാക്ക് കേട്ടിട്ട്. പിന്നെ മറ്റുള്ളവരൊക്കെ പറഞ്ഞു, ബാത്റൂമും ടോയ്ലറ്റും അത് ക്ലീൻ ചെയ്തത് അത്ര പോരായിരുന്നു, അത് അവർക്ക് ആർക്കും അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല എന്നുള്ള രീതിക്ക് മറ്റുള്ള എല്ലാവരും ചെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ ജിസൈലിനോട് ലാലേട്ടൻ ചോദിച്ചു ജിസൈലിനോട്, ജിസൈൽ ചോറ് കഴിക്കില്ല അത്ര, എപ്പോഴും ചപ്പാത്തിയോ ആലു പൊറോട്ട ഇങ്ങനെയുള്ള ഐറ്റമാണ് ഉണ്ടാക്കി എപ്പോഴും കഴിക്കുക അത്ര, ചോറ് അധികം ഇഷ്ടമല്ല അത്ര. അത് കാരണം കൊണ്ട് ജിസൈൽ എന്ത് ചെയ്യാറോ, ഇത് ആലു പൊറോട്ടയൊക്കെ ഉണ്ടാക്കി വന്ന് എന്നും ആര്യനും കൊടുക്കും, അക്ബറിനും കൊടുക്കാറുണ്ട് ജിസൈൽ. അപ്പം ജിസൈൽ ഉണ്ടാക്കി ജിസൈൽ മാത്രം കഴിക്കുന്നില്ല, കൊടുക്കുമ്പോൾ പിന്നെ എല്ലാവർക്കും കൊടുക്കണമല്ലോ, ഒരു ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കൊടുക്കണം. ജിസൈൽ എന്ന് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് ആര്യൻ എന്നും അത് കൊടുക്കും അത്ര. അക്ബറും നിറയെ പ്രാവശ്യം മേടിച്ച് കഴിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ എല്ലാവരും വിചാരിച്ചു ശരി അവൾ ചോറ് കഴിക്കാത്തതുകൊണ്ട് ഉണ്ടാക്കണം പറഞ്ഞാൽ ആരും അത്ര കെയർ ചെയ്യുന്നില്ല. പക്ഷെ ആരോടും ചോദിക്കണമൊന്നുമില്ല, ഇത് വേണമെന്നുള്ള രീതിക്ക് ചോദിക്കുന്നൊന്നുമില്ല. ജിസൈൽ പറയുന്നു, ഞാൻ എല്ലാവരും ചോദിച്ചിട്ടാണ് ഞാൻ ഇത് കഴിക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷെ റെന ഫാത്തിമയൊക്കെ പറയുന്നുണ്ട്, ആരോടും ചോദിക്കുന്നൊന്നുമില്ല, ഞങ്ങളോടൊന്നും ഒരിക്കലും ചോദിക്കില്ല, ഞങ്ങളഥവാ അവിടെ അത്യാവശ്യം പോയി പറഞ്ഞാൽ വേണമെന്ന് മാത്രം ചോദിക്കുക, എപ്പോഴെങ്കിലും ഞങ്ങൾക്ക് തരുന്നല്ലാണ്ട്
ഞങ്ങളോടൊന്നും ചോദിക്കില്ല. പക്ഷെ ആര്യനൊക്കെ എന്നും ഉണ്ടാക്കി കൊടുക്കാറുണ്ട് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. ഒരു ഗ്രൂപ്പായി കളിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരാൾക്ക് മാത്രം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടൊന്നും കൊടുക്കാൻ പാടില്ല. അക്ബറിനും ആര്യനും ഭയങ്കര ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ വാൺ ചെയ്തു. പിന്നെ നമ്മുടെ എന്താണ് ജിസയിൽ വന്നിട്ട് എന്തൊക്കെയോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് സാധനങ്ങൾ. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നു, ഞാൻ അങ്ങോട്ട് വരട്ടെ, ഈ സാധനങ്ങളൊക്കെ എന്തിനാ ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കുന്നത്, ഞാൻ അത് വന്ന് എടുത്തോട്ടെ എന്ന് ജിസേലിനോട് ചോദിക്കുന്നു ലാലേട്ടൻ. അപ്പം ജിസേൽ കിടന്നിട്ട് ഇല്ല, ഞാൻ അതല്ല ഞാൻ അത് കുറച്ചേ ഉള്ളൂ എന്നുള്ള രീതിക്കൊക്കെയാണ് ജിസേൽ സംസാരിക്കുന്നത്. പിന്നെ ആര്യൻ എന്താണ് പാത്രങ്ങളൊന്നും നേരെ ആരും കഴുകുന്നില്ല, അത് ഒരാളുടെ കംപ്ലൈൻ്റ് ആയിരുന്നു. എന്നും പാത്രങ്ങൾ കറുവപ്പല ഉണ്ടാവും, മുളകുണ്ടാവും, എല്ലാം ഉണ്ടാവും. അത്ര എന്തെങ്ങനെയാണ് പാത്രം കഴുകുന്നത്? ആരും മറ്റുള്ളവർക്ക് നന്നായിട്ട് കുറ്റം പറയുന്നുണ്ട്, പക്ഷെ ആരും ചെയ്യുന്നത് അവിടെ പ്രോപ്പറായിട്ടുള്ള കാര്യമല്ലായിരുന്നു. പിന്നെ പ്രവീൺ എവിക്റ്റ് ആയില്ലോ. പ്രവീൺ എവിക്റ്റ് ആവുമെന്ന് തീരെ നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ലായിരുന്നു. പ്രവീൺ നല്ലൊരു ഗെയിമറായിരുന്നു. എന്തുകൊണ്ട് പ്രവീൺ എത്ര പെട്ടെന്ന് എവിക്റ്റായി പോയി? അതിനുള്ള എത്ര പേര് കളിക്കാണ്ട് അവിടെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ എവിക്റ്റ് ആക്കാണ്ട് പ്രവീണിനെ മാത്രം എന്തിനാ ഇത്രയും എവിക്റ്റ് ആക്കി എന്നുള്ളത് നമുക്കിപ്പോൾ ഒരു അനലൈസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതേമാതിരി പ്രവീണും ലാലേട്ടൻ്റെ അടുത്ത് പോയപ്പോൾ പറയുന്നു എന്നെ എന്തുകൊണ്ടാണ് എവിക്റ്റ് ആക്കി? അവിടെ കളിക്കാണ്ട് ഗെയിം കളിക്കാണ്ട് കുറേ പേര് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു, അവരൊന്നും ചെയ്യാണ്ട് എന്നെ ചെയ്തോല്ലോ, അതുകൊണ്ട് എല്ലാവരും വോട്ട് ചെയ്യുന്നവർ കുറച്ച് ആലോചിച്ചിട്ട് അവിടെ വോട്ട് ചെയ്യുക എന്നുള്ള രീതിക്ക് പ്രവീൺ അവിടെ മെൻഷൻ ചെയ്തിട്ട് പോകുന്നുണ്ടായിരുന്നു. അത് കറക്റ്റായിരുന്നു. അത് പ്രവീണിനെ എവിക്റ്റ് ആയത് എല്ലാവർക്കും ഭയങ്കര അത് വിഷമമായി. പിന്നെ മസ്താനി എവിക്റ്റ് ആവുന്നുള്ള ഒരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു. മസ്താനി പോയ ആഴ്ച അപ്പാന് പോയത് അത്ര സന്തോഷിച്ചതാണല്ലോ. മസ്താനിക്ക് വാശിയായിരുന്നു. മസ്താനിൻ്റെ ഒരു ദിവസം മുമ്പെങ്കിലും അപ്പാന് പോകണമെന്നായിരുന്നു മസ്താനിൻ്റെ ആഗ്രഹം. മസ്താനി കഴിഞ്ഞ ആഴ്ച പോയി, ഈ ആഴ്ച മസ്താനി പോയി. മസ്താനി പോയത് ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും, ഹൗസ്മേറ്റ്സിലുള്ള എല്ലാവർക്കും അത്ര സന്തോഷമായി. നമ്മുടെ ജിസയിൽ വന്നിട്ട് പുല്ല് ഫേസൊക്കെ കൊണ്ടുവരുന്നു, ആര്യനെ അതിനൊക്കെ ഇട്ടിട്ട് ഡാൻസ് കണ്ട് കളിക്കുന്നു. മസ്താനി പോകണമെന്നും പറഞ്ഞ സന്തോഷത്തിൽ അപ്പം തന്നെ ഇട്ട് ഡാൻസ് കളിക്കുന്നു. അയ്യോ, മസ്താനിക്ക് മുഖയില്ല, അവിടെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മുഖയില്ല. അക്ബറും ആര്യനും റെന ബിനി ഇവരൊക്കെ കൂടി ചേർന്നിട്ട് ക്യാമറയിൽ പോയിട്ട് അപ്പാനോട് പറയണു, അപ്പാനെ ഞങ്ങൾക്ക് സന്തോഷമായിടാ എന്നുള്ള രീതിക്ക് അപ്പാനോട് പറയുന്നു. അപ്പാന് വെളിയിൽ പോയിട്ട് ഉള്ളിൽ ഇപ്പോഴും അപ്പാനക്ക് സപ്പോർട്ടീവായിട്ട് കുറേ പേരുണ്ടല്ലോ. അപ്പാൻ്റെ ഭാഗ്യം തന്നെയല്ല, ഇത്രയും അപ്പാനെ എല്ലാവരും സ്നേഹിച്ചുകൊണ്ടാണല്ലോ എല്ലാവരും ഇങ്ങനെ അപ്പാന് പോയിട്ടും ഇങ്ങനെ പറയുന്നത് എന്ന് തോന്നി. പിന്നെ റെന അന്ന് നൈറ്റ് വന്നിട്ട് റെനയും ആര്യനും ചേർന്നിട്ട് ഓരോ ബെഡിലും പോയി നോക്കുന്നുണ്ടായിരുന്നു. നെവിൻ അവിടെ കിടക്കണേനെ ആര്യൻ പോയി ചവിട്ടുന്നുണ്ടായിരുന്നു. നെവിനാണെങ്കിൽ ഓരോരോ ബെഡിലും പോയി കിടക്കുന്നു, എല്ലാവരും ബെഡിലും പോയി നെവിൻ കിടക്കുകയും ചെയ്യുന്നു. പെട്ടെന്ന് റെനയുടെ മേലെ കൂടെ ചാടുന്ന ഒരു ഫീൽ നമുക്കത് കണ്ടു. പക്ഷെ നമുക്ക് നന്നായിട്ട് അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല. റെന വന്നിട്ട് നമ്മളെ ഈ ഡോക്ടർ ബിന്നിയോടും അനുമോളോടും ബെഡ്ഷീറ്റിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് കരയുന്നുണ്ടായിരുന്നു. എന്താ സംഭവിച്ചെന്നുള്ള കാര്യം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെയായിരുന്നു ഇന്നലെ നടന്ന കാര്യങ്ങൾ. എല്ലാവരും മറക്കാതെ ജയാസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്കും കമൻറ്റും ചെയ്യുക. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നാളെ കാണാം. ബൈ.